ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് ഒബ്ലിക് ഇൻസിഡൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് നോർമൽ ഇൻസിഡൻസ് ആണ്. ഇനി ഒരു ജനറൽ കേസായിട്ടാണ് നമ്മൾ ഒബ്ലിക് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഒബ്ലിക് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ വരുന്ന ഇൻകമ്മിങ് വേവ് ബൗണ്ടറിയിൽ ഒരു ആർബിട്രറി ആംഗിൾ തീറ്റ ഐയിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. കണ്ടോ, തീറ്റ ഐ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ ഐ ഉണ്ട്. അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് കേസിനെയാണ് നമ്മൾ ഒബ്ലിക് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട വരി എന്ന് പറഞ്ഞാൽ കൺസിഡർ ജനറൽ കേസ് ഓഫ് ഒബ്ലിക് ഇൻസിഡൻസ്, ദാറ്റ് ഈസ് ദ ഇൻസിഡൻസ് ഇൻ വിച്ച് ദ ഇൻകമ്മിങ് വേവ് മീറ്റ്സ് ദ ബൗണ്ടറി അറ്റ് എൻ ആർബിട്രറി ആംഗിൾ തീറ്റ ഐ. ഇനി തീറ്റ ഐ ഈക്വൽസ് 0 ആണെങ്കിൽ നമ്മൾ ദ ഇൻസിഡൻസ് ഈസ് നോർമൽ ഇൻസിഡൻസ് എന്ന് പറയും. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച എസ്. ഇനി ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കെ ഐ, കെ ടി, കെ ആർ 3 വേവ് വെക്ടർ മാർക്ക് ചെയ്യണം. അതുപോലെ തീറ്റ ഐ, തീറ്റ ആർ, തീറ്റ ടി 3 ആംഗിൾ മാർക്ക് ചെയ്യണം. പിന്നെ ഇസഡ് എന്നുള്ള ആക്സിസ് മാർക്ക് ചെയ്യണം. അതുപോലെ 1 ഉം 2 2 മീഡിയം മാർക്ക് ചെയ്യണം. പിന്നെ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എഴുതണം. നമുക്കറിയാം മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഐ ആർ ടി ഈക്വൽസ് E0 I e റേസ് ടു ഐ കെ ഐ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം B ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു കെ ക്രോസ് ഇ എന്നാണ്. ഇവിടെ ഇൻസിഡൻറ്റ് വേവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? BI ഈക്വൽസ് 1/V1 ഇൻറ്റു കെ ഐ ക്രോസ് ഇ ഐ എന്ന് എഴുതും. ഇനി അപ്രോച്ചസ് ദ ഇൻ്റർഫേസ് ഫ്രം ദ ലെഫ്റ്റിൽ നിന്നാണ് വേവ് വരുന്നത്, ഗിവിങ് റൈസ് ടു എ റിഫ്ലക്റ്റഡ് വേവ്. റിഫ്ലക്റ്റഡ് വേവ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, അതേ മീഡിയത്തിൽ തന്നെ ആയിരിക്കും, മീഡിയം 1 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ER ഈക്വൽസ് E0 R e റൈസ് ടു കെ ആർ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. അടുത്ത BR ഈക്വൽസ് 1/V1, സെയിം മീഡിയം ആയതുകൊണ്ട് 1/V1 തന്നെയാണ്, കെ ആർ ക്രോസ് ഇ ആർ. ഇനി ട്രാൻസ്മിറ്റഡ് വേവ് എങ്ങനെ, ഏത് മീഡിയത്തിലാണ്? സെക്കൻഡ് മീഡിയത്തിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ET ഈക്വൽസ് E0 T e റൈസ് ടു കെ ടി ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. BT ഈക്വൽസ് 1/V2 ആണ്, V1 അല്ല V2 വരും, KT ക്രോസ് ET എന്ന് വരും. ഇനി നമുക്ക് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, ഇൻസിഡൻറ്റ് വേവിനും റിഫ്ലക്റ്റഡ് വേവിനും ട്രാൻസ്മിറ്റഡ് വേവിനും ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരില്ല. അപ്പോൾ 3 വേവ്സിൻ്റെയും ഫ്രീക്വൻസി എന്താണ്? ഒമേഗയാണ്. അപ്പോൾ ഓൾ 3 വേവ്സ് ആർ ദ സെയിം ഫ്രീക്വൻസി ഒമേഗ അറ്റ് ദാറ്റ് ഓഫ് ദ സോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇൻസിഡൻറ്റ് വേവ്. നമ്മൾ സോഴ്സിൻ്റെ അവിടെ നിന്ന് മെഷർ ചെയ്താൽ എത്ര ആയിരിക്കുമോ അത് തന്നെയായിരിക്കും ത്രൂ ഔട്ടുള്ള വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി 3 വേവ് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ബൈ, നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി വേവ് നമ്പർ നമ്മൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഈക്വൽ ടു കെ ഇൻറ്റു വി എന്ന് പറഞ്ഞ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഒമേഗ നമുക്കറിയാം 2πf ആണെന്നുള്ളത്. അതേ റിലേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു കെ ഇൻറ്റു വി എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? KI V1 ഈക്വൽസ് KR V1 ഈക്വൽസ് K2 V2 ഈക്വൽസ് എന്ത് എഴുതാം? നമുക്ക് ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? കെയും വിയുടെയും ടേംസിൽ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? KIയുടെ KTയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? KI ഈക്വൽസ് KR ഈക്വൽസ് V2/V1 ഇൻറ്റു KT ഈക്വൽസ്, നമുക്കറിയാം V2 എന്ന് പറഞ്ഞാൽ എന്താണ്? C/N2 ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C/N2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 വരെ നമുക്ക് C/N1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? N1/N2 ഇൻറ്റു KT എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വരുന്ന വേവിൻ്റെ വേവ് വെക്ടറിനെ, ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്ടറിനെ അതിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ടും ട്രാൻസ്മിറ്റഡ് വേവ് വെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് കിട്ടി.